മണി മാജിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. UAE പ്രവാസികൾക്ക് സാമ്പത്തികാശ്വാസമായി ബോട്ടിംഗ് ഫിൻടെക്കിന്റെ പുതിയ സേവനം. അക്കൗണ്ടിൽ കാശില്ലെങ്കിലും നാട്ടിലേക്ക് പണം അയക്കാനും അയച്ച തുക പിന്നീട് ഒരുമിച്ചോ തവണകളായോ തിരിച്ചടയ്ക്കാനും സൗകര്യമൊരുക്കുന്ന സെൻഡ് നൗ പേ ലേറ്റർ സംവിധാനമാണ് ബോട്ടിം അവതരിപ്പിച്ചിരിക്കുന്നത്. ബോട്ടിം അൾട്ര ആപ്പ് ഉപയോഗിച്ചാണ് UAEയിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് തൽക്ഷണം പണം അയക്കാൻ സൗകര്യമൊരുക്കിയിരിക്കുന്നത്. സെൻഡ് നൗ പേ ലേറ്റർ പ്രോഗ്രാം ഉപയോഗിച്ച് പണം അയക്കാൻ ബാങ്ക് അക്കൗണ്ടിൽ പണം ആവശ്യമില്ലെന്നതാണ് ഏറ്റവും വലിയ സവിശേഷത. UAEയിലെ പ്രവാസി തൊഴിലാളികൾക്ക് ഏറെ പ്രയോജനകരവും അവർക്ക് മെച്ചപ്പെട്ട സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്ന പദ്ധതിയാണിതെന്ന് അധികൃതർ അറിയിച്ചു. മാസാവസാനം പോലെ സാമ്പത്തിക ഞെരുക്കം നേരിടുന്ന ഘട്ടങ്ങളിൽ അത്യാവശ്യത്തിന് പണം നാട്ടിലേക്കോ സുഹൃത്തുക്കൾക്കോ അയക്കേണ്ട ആവശ്യം വന്നാൽ ബോട്ടിം ആപ്പ് നിങ്ങളുടെ സഹായത്തിനെത്തും. ഇത്തരമൊരു സാമ്പത്തിക പരിഹാരം വാഗ്ദാനം ചെയ്യുന്ന മിഡിൽ ഈസ്റ്റിലെയും ആഫ്രിക്കൻ രാജ്യങ്ങളിലെയും ആദ്യത്തെ ഫിൻടെക്കായി മാറിയിരിക്കുകയാണ് ബോട്ടിം. വിപുലമായ ക്രെഡിറ്റ് ഇൻഫ്രാസ്ട്രക്ചർ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ പണമയക്കാൻ ഉപഭോക്താക്കൾക്ക് വേഗമേറിയതും മാർഗം വാഗ്ദാനം ചെയ്യുന്നതുമാണ് പുതിയ സംവിധാനമെന്ന് ആസ്ട്രാടെക്കിന്റെ സ്ഥാപകനും ബോട്ടിം സിഇഒയുമായ അബ്ദുള്ള അബു ഷെയ്ഖ് പറഞ്ഞു. പുതിയ സേവനം ദശലക്ഷക്കണക്കിന് ഉപഭോക്താക്കൾക്ക് അവരുടെ സാമ്പത്തിക ബാധ്യതകൾ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് സഹായിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. 2022 അവതരിപ്പിച്ച ബോട്ടിമിന്റെ അന്തർദേശീയ കൈമാറ്റങ്ങളും ബിൽ പേയ്മെന്റുകളും ഉൾപ്പെടെയുള്ള സാമ്പത്തിക സേവനങ്ങൾ മുൻകൂർ പേയ്മെന്റ് എന്ന നിബന്ധന ഇല്ലാതാക്കുന്നവയാണ്. മേഖലയിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾ വിപുലീകരിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ആസ്ട്രാടെക് പുതിയ ദൌത്യം ആരംഭിച്ചത്. SNPL കൂടാതെ ബൈ നൗ പേ ലേറ്റർ എന്നിവയുൾപ്പെടെ നിരവധി ക്രെഡിറ്റ് സൊല്യൂഷനുകളും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. SNPL സംവിധാനം ഔദ്യോഗികമായി ആരംഭിക്കുന്നതിന് മുന്നോടിയായി 90 ലക്ഷം വരുന്ന ഉപഭോക്താക്കൾക്കായി ഒരു പ്രീ രജിസ്ട്രേഷൻ ഫോം ബോട്ടിം അവതരിപ്പിക്കുന്നുണ്ട്. ഇത് പദ്ധതിയുടെ ആദ്യ പ്രയോജനകരമായി മാറാൻ ഉപഭോക്താക്കൾക്ക് അവസരം നൽകും. 2023 ലോകത്തിലെ ആദ്യത്തെ അൾട്ര ആപ്പായി ആസ്ട്രാടെക് ബോട്ടിം അവതരിപ്പിച്ചത്. ഫിൻടെക്, ഇ-കൊമേഴ്സ്, GPT, ആശയവിനിമയങ്ങൾ എന്നിവ ഒരൊറ്റ പ്ലാറ്റ്ഫോമിലേക്ക് സമന്വയിപ്പിക്കുകയാണെന്ന ലക്ഷ്യത്തോടുകൂടിയായിരുന്നു ബോട്ടിം പ്രവർത്തനം ആരംഭിച്ചത്.